ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു ജൂപ്ലസ് അക്കാഡമി. ഇന്ന് നമ്മൾ ബിസിനസ് സ്റ്റഡീസിൻ്റെ ലാസ്റ്റ് ചാപ്റ്ററിൻ്റെ കണ്ടിന്യൂഷൻ തന്നെയാണ്. പ്ലാനിങ് ആൻഡ് ഓർഗനൈസിങ്ങിൻ്റെ സെക്കൻഡ് പാർട്ടാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്ലാനിങ് എന്തായിരുന്നു എന്ന് പറഞ്ഞു. മാനേജ്മെൻറ്റിൻ്റെ പ്രൈമറി ഫംഗ്ഷനായ പ്ലാനിങ് എടുത്തിട്ടുണ്ടായത്. നമ്മൾ ഇതിൻ്റെ ഓർഗനൈസിങ് എന്താണെന്നാണ് നോക്കുന്നത്. ഈ ചാപ്റ്ററിൽ നമുക്ക് ഓർഗനൈസിങ്ങിൻ്റെ ഡെഫിനേഷൻ, ഓർഗനൈസിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ്, ടൈപ്സ് ഓഫ് ഓർഗനൈസിങ്, ഇൻഫോർമൽ ഓർഗനൈസേഷനും ഫോർമൽ ഓർഗനൈസിങ് എന്താണ്, അതുപോലെ ഡീസെൻട്രലൈസേഷൻ, ഡെലിഗേഷൻ, അതിൻ്റെ ഡിഫറൻസസ്, ഇതൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ചാപ്റ്ററിലോട്ട് കിടക്കാം. ഓർഗനൈസിങ്, വാട്ട് യു മീൻ ബൈ ഓർഗനൈസിങ് എന്താണെന്ന് നോക്കാം. ഡെഫിനിഷൻ തന്നിട്ടുണ്ട്, അതെന്താണെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. മാനേജ്മെൻറ്റിൻ്റെ പ്രധാന ധർമ്മങ്ങളിൽ ഒന്നാണ് സംഘാടനം. നാനാവിധ പ്രവർത്തനങ്ങളെ തിരിച്ചറിഞ്ഞ് യോജിപ്പിക്കുന്ന പ്രക്രിയയാണ് സംഘാടനം. ഒരു പൊതുലക്ഷ്യം മുൻനിർത്തി ഒന്നിച്ച് പണിയെടുക്കാൻ ജീവനക്കാർക്ക് കഴിവുണ്ടാക്കലാണ് സംഘടനത്തിൻ്റെ ലക്ഷ്യം. സംഘടിത ജീവനക്കാരുടെ കൂട്ടായ്മയ്ക്ക് പറയുന്ന പേരാണ് സംഘടന എന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് സംഘടന അഥവാ സംഘാടന എന്ന് പറഞ്ഞാൽ, ഓർഗനൈസിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്ലാനിങ് കഴിഞ്ഞതിന് ശേഷം വരുന്ന നെക്സ്റ്റ് മാനേജ്മെൻറ്റ് ഫംഗ്ഷനാണ് ഓർഗനൈസിങ്. ഓർഗനൈസിങ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഒരു ബിസിനസ്സിൻ്റെ ഉള്ളിലുള്ള പ്രവർത്തനത്തെ ഏകോപിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോയിട്ട് അത് വിജയിപ്പിക്കുന്ന ഒരു പ്രവർത്തനമാണ് ഓർഗനൈസിങ് അഥവാ സംഘടന എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം എന്താണ് നമ്മൾ പറഞ്ഞിരുന്നത്, നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെക്കും, പ്ലാൻ ചെയ്യും, നമ്മുടെ എന്താ കാര്യം, ആ കാര്യങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് ഓർഗനൈസിങ്ങിലൂടെയാണ്. നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഹ്യൂമൻ എഫേർട്ടും അതുപോലെ തന്നെ ഒരുപാട് റിസോഴ്സസും ഒക്കെ നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യും. ആ ഒരു പ്രോസസ്സിനെയാണ് ആ ഓർഗനൈസിങ് എന്ന് പറയുന്നത്. അപ്പോൾ മനുഷ്യരുടെ പ്രവർത്തനവും അതുപോലെ ഈ റോ മെറ്റീരിയൽസും വേറെ റിസോഴ്സസിൻ്റെ ഒക്കെ ആവശ്യമുണ്ട് നമുക്കൊരു കാര്യം കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ. അപ്പോൾ ഈ ഒരു റിസോഴ്സുകളെയൊക്കെ മാക്സിമം ഏതൊക്കെ രീതിയിൽ ഉപയോഗപ്പെടുത്താം, അത് ഏതൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ്, അതൊക്കെയാണ് നമ്മൾ ഓർഗനൈസിങ്ങിലൂടെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് പ്ലാനാണ് ശരിക്കും ഓർഗനൈസിങ്ങിൽ നടക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ പറഞ്ഞു പ്ലാനുകളൊക്കെ സെറ്റ് ആക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് പ്ലാനുകളൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കും. ആ ഒരു ഓർഗനൈസേഷനിൽ എന്തൊക്കെ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യേണ്ടതുണ്ട്, അതുമായി ബന്ധപ്പെട്ടുള്ള ഐഡിയാസൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെക്കും. ഇത്തരത്തിലുള്ള ഈ പ്ലാനുകളൊക്കെ അനുസരിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് മുൻപോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ അത് ക്ലാരിഫൈ ചെയ്യണം. ക്ലാരിഫൈങ് ദി ജോബ്, ഓരോ ആളുകൾ എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ മനസ്സിലാക്കി കൊടുക്കുക. ആരൊക്കെ എന്തൊക്കെ ഡ്യൂട്ടീസ് ചെയ്യണം, എന്തൊക്കെ ആളുകൾ വർക്ക് ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെ ചെയ്യണം എന്നൊക്കെ മനസ്സിലാക്കി കൊടുക്കുന്നത് ഏതിലൂടെയാണ്, ഓർഗനൈസിങ്ങിലൂടെയാണ്. അതാണ് പറയുന്നത് മാനേജ്മെൻറ്റിൻ്റെ ഒരു പ്രധാന ധർമ്മങ്ങളിൽ ഒന്നാണ് സംഘടന അഥവാ ഓർഗനൈസിങ്. അപ്പോൾ എല്ലാ പ്രവർത്തനവും, ഒരു ബിസിനസ്സിൻ്റെ ഉള്ളിൽ വരുന്ന എല്ലാ പ്രവർത്തനങ്ങളും ഏകോപിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന, അതിനെ വിജയിപ്പിക്കുന്ന ഒരു പ്രവർത്തനമാണ് ഓർഗനൈസിങ്. ഓക്കെ, ഇനി നമുക്ക് ഇമ്പോർട്ടൻസ് ഓഫ് ഓർഗനൈസിങ് നോക്കാം. എൻ്റർപ്രൈസിൻ്റെ ഭരണവും പ്രവർത്തനവും സുഗമമാക്കുന്നതിനാൽ സംഘടന അത്യാവശ്യമാണ്. ജോലിയെയും ആളുകളെയും ശരിയായി ഗ്രൂപ്പ് ചെയ്യുന്നതിലൂടെ ഉൽപ്പാദനം വർദ്ധിക്കുന്നു, ജോലിയുടെ അമിതഭാരം പരിശോധിക്കുന്നു, പാഴാക്കുന്നത് കുറയുന്നു, ജോലിയുടെ തനി പകർപ്പ് നിയന്ത്രിക്കപ്പെടുന്നു, ഫലപ്രദമായ ഡെലിഗേഷൻ സാധ്യമാകും. രണ്ടാമതായി, ജോലിയുടെ വ്യക്തമായ വിഭജനത്തിലൂടെ പ്രവർത്തനങ്ങളുടെ വളർച്ചയ്ക്കും വൈവിധ്യവൽക്കരണത്തിനും ഓർഗനൈസേഷൻ സഹായിക്കുന്നു. ശരിയായ സംഘടനം വികസിപ്പിക്കുന്നതിനും വികേന്ദ്രീകരണത്തിൻ്റെ വ്യാപ്തിയും സ്വഭാവവും നിർണ്ണയിക്കാനും ഇത് സഹായിക്കുന്നു. സാങ്കേതികവും മാനുഷികവുമായ വിഭവങ്ങളുടെ ഉപയോഗത്തിനും ഓർഗനൈസേഷൻ നൽകുന്നു. ഇത് സർഗാത്മകത പ്രോത്സാഹിപ്പിക്കുകയും മാനേജ്മെൻറ്റ് വിവിധ തലങ്ങൾ തമ്മിലുള്ള ആശയവിനിമയം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഇതെല്ലാവരുടെയും ശ്രമങ്ങളുടെ ഏകീകരണത്തിലൂടെ നയിക്കുന്നു. അപ്പോൾ എന്താണ് നമ്മുടെ ഇമ്പോർട്ടൻസ് ഓഫ് ഓർഗനൈസിങ് എന്ന് പറയുന്നത്, ക്ലാരിഫൈ ചെയ്യുന്നുണ്ട്, ക്ലാരിറ്റി ഇൻ വർക്കിംഗ് റിലേഷൻഷിപ്പ്. അപ്പോൾ എന്താണ്, ഹു ഈസ് അക്കൗണ്ടബിൾ ടു ഹും, നമ്മളിപ്പോൾ ഞാൻ ആർക്ക് വേണ്ടിയിട്ടാണ് ജോലി ചെയ്ത് തീർക്കേണ്ടത്, എൻ്റെ ഒരു സുപ്പീരിയർ ആരാണ്, എൻ്റെ സബോർഡിനേറ്റ് ആരാണ് എന്നതിലൊക്കെ ഒരു ക്ലാരിറ്റി കൊണ്ടുവരാൻ ഓർഗനൈസിങ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഒപ്റ്റിമൽ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്. അപ്പോൾ ഓർഗനൈസേഷൻ്റെ റിസോഴ്സ് ഏറ്റവും വേസ്റ്റ് കുറച്ച് എഫേർട്ട് ഇട്ടുകൊണ്ടോ ഏറ്റവും നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ ഓർഗനൈസിങ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് അഡാപ്റ്റേഷൻ ടു ചേഞ്ച്. നമ്മളിപ്പം ഈ ബിസിനസ് എൻവയോൺമെൻറ്റ് ഒക്കെ എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ്, സ്റ്റാറ്റിക് ആയിട്ട് നിൽക്കുന്നതല്ല. അപ്പോൾ ആ മാറ്റത്തിനൊത്ത് അഡാപ്റ്റ് ചെയ്ത് പോകാനൊക്കെ ഓർഗനൈസിങ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇഫക്റ്റീവ് അഡ്മിനിസ്ട്രേഷൻ. അപ്പോൾ ഒരു ഓർഗനൈസേഷനിലൊക്കെ എല്ലാ കാര്യങ്ങളും കൃത്യമായി പ്രോപ്പറായി എക്സിക്യൂട്ട് ചെയ്തിട്ട് ആ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നു ഒക്കെ ഉറപ്പ് വരുത്തുന്നത് ഏതാണ്, ഓർഗനൈസിങ്ങിലൂടെയാണ് അതൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത്.
പിന്നെ എന്താ ഡെവലപ്മെൻറ്റ് ഓഫ് പേഴ്സണൽ. നമുക്കിപ്പം അതായത് മാനേജേഴ്സിൻ്റെ ഒക്കെ ഒരു ക്രിയേറ്റിവിറ്റി ഒക്കെ ഓർഗനൈസിങ് സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് വഴിയാണ് ഫ്യൂച്ചറിൽ വരാൻ ചാൻസ് ഉള്ള ഓരോ ചാലഞ്ചസും ഒക്കെ ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവരെ നേരത്തെ തന്നെ ഡെവലപ്പ് ചെയ്തെടുക്കാനൊക്കെ ഓർഗനൈസിങ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഈ ശരിയായ സംഘടന വികസിപ്പിക്കുന്നതിനും വികേന്ദ്രീകരണം, അത് നമ്മൾ ഡെലിഗേഷനും ഡീസെൻട്രലൈസേഷനും ഒക്കെ നമ്മൾ ഡെഫിനിഷനായിട്ട് കവർ ചെയ്യുന്നുണ്ട് കുറച്ച് കഴിഞ്ഞിട്ട്. അപ്പോൾ ആ ഒരു സർഗാത്മക പ്രോത്സാഹിപ്പിക്കുകയും പിന്നെ എന്താ ജോലിയെ വ്യക്തമായി വിഭജനത്തിലൂടെയൊക്കെ പ്രവർത്തനങ്ങളുടെ വളർച്ചയ്ക്കൊക്കെ ക്രിയേറ്റിവിറ്റിയൊക്കെ ഡെവലപ്പ് ചെയ്യാനും ഒക്കെ ഓർഗനൈസിങ് സഹായിക്കുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നമുക്കിതിൻ്റെ പ്രോസസ്സ് എന്താണ് എങ്ങനെയാണെന്ന് നോക്കാം. ഓർഗനൈസിങ്ങിൻ്റെ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് വൺ, നിർവഹിക്കേണ്ട ജോലികൾ തിരിച്ചറിയുകയും ഗ്രൂപ്പ് ചെയ്യുകയും ചെയ്യുക. സെക്കൻഡ് വൺ, ഓരോ ജോലി സ്ഥാനത്തിനും ഉത്തരവാദിത്വവും അധികാരവും നിർണ്ണയിക്കുകയും ചെയ്യുക. തേർഡ് വൺ, സ്ഥാപനത്തിലെ വ്യക്തികൾക്ക് ഗ്രൂപ്പുകൾക്കുമായി പ്രവർത്തിക്കുന്നതിനുള്ള വിശദമായ നിയന്ത്രണങ്ങളും നിയന്ത്രിക്കുന്നു. ഓക്കെ, അപ്പോൾ എന്താണ് ഫസ്റ്റ് വൺ, നമ്മൾ ആ ഒരു വർക്ക് എങ്ങനെയാണ്, ആ ഒരു നമുക്ക് ചെയ്യേണ്ട വർക്ക് എങ്ങനെയാണെന്ന് ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ആക്ടിവിറ്റീസ് ആണ്. അപ്പോൾ നമുക്ക് എന്താണ് ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ആക്ടിവിറ്റീസ് ആൻഡ് ഡിവിഷൻ ഓഫ് വർക്ക്. അപ്പോൾ ചെയ്യാനുള്ള വലിയ വർക്കിനെ ചെറിയ ചെറിയ ജോബ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. എന്നിട്ട് ഓരോ എംപ്ലോയീസും എന്തൊക്കെ ജോലി ചെയ്യണം, ഒരുപോലുള്ള ജോലികളെയൊക്കെ ഗ്രൂപ്പിംഗ് ചെയ്യുന്നു. അങ്ങനെയാണ് ഫസ്റ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത്. പിന്നെന്താ അസൈൻമെൻറ്റ് ഓഫ് റെസ്പോൺസിബിലിറ്റീസ്, നമ്മൾ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങളൊക്കെ അസൈൻ ചെയ്തിട്ട് ഓരോരുത്തർക്ക് കൊടുക്കുന്നു. അതുപോലെ എന്താ ഗ്രാൻറ്റിങ് അതോറിറ്റി, എസ്റ്റാബ്ലിഷിങ് റിലേഷൻഷിപ്പ്, നമ്മുടെ റിലേഷൻഷിപ്പ് വളർത്തിയെടുക്കുന്നുണ്ട് അതിലൂടെ. അപ്പോൾ നമ്മളിപ്പോൾ റിപ്പോർട്ടിംഗ് റിലേഷൻഷിപ്പ് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഓരോ സ്ഥാപനങ്ങളിലും നമ്മുടെ ഓരോ ഹെഡ് ഉണ്ടാവും. അപ്പോൾ അവർക്കായിരിക്കും നമ്മൾ ഓരോ ജോലി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ റിപ്പോർട്ട് ചെയ്യേണ്ടതൊക്കെ അവർക്കായിരിക്കും. അപ്പോൾ നമ്മുടെ സുപ്പീരിയേഴ്സായിട്ടൊക്കെ നമ്മുടെ സബോർഡിനേറ്റിന് സുപ്പീരിയേഴ്സിന് ആ ഒരു ഇൻട്രാക്ഷൻ വരുന്നതിലൂടെയൊക്കെ അവർക്ക് എന്താണ് ആ ഒരു അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റീസൊക്കെ അവരുടെ ആ ഒരു റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ റിപ്പോർട്ടിംഗ് റിലേഷൻഷിപ്പിനെ ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രോസസ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ്, ഫോർമൽ ആൻഡ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ. എന്താണ് ഔപചാരിക ആൻഡ് അനൗപചാരിക സംഘടന എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഫോർമൽ ഓർഗനൈസേഷൻ, ഔപചാരിക ഓർഗനൈസേഷൻ എന്നത് ഡിപ്പാർട്ട്മെൻറ്റുകൾ, ഡിവിഷനുകൾ, വ്യക്തികൾ എന്നിവയ്ക്കിടയിലുള്ള ഔദ്യോഗികമായി സ്ഥാപിതമായ ബന്ധത്തെ സൂചിപ്പിക്കുന്നു. ഇത് നന്നായി നിർവചിക്കപ്പെട്ട ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് ബോധപൂർവം രൂപകൽപ്പന ചെയ്ത റോളുകളുടെ ഘടനയാണ്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഔപചാരിക ഓർഗനൈസേഷൻ ഒരു വ്യക്തി എന്താണ് നന്നായി നിർവചിക്കപ്പെട്ട ജോലികളുടെ ഒരു സംവിധാനമാണ്. ഓരോന്നും അധികാരത്തിൻ്റെയും ഉത്തരവാദിത്തത്തിൻ്റെയും കൃത്യമായ അളവുകോൽ വഹിക്കുന്നു. ഇത് ക്രമം പ്രോത്സാഹിപ്പിക്കുകയും പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിനും നിയന്ത്രിക്കപ്പെടുന്നതിനും സഹായിക്കുന്നു. ഓക്കെ, അപ്പോൾ എന്താണ് ഫോർമൽ ഓർഗനൈസേഷൻ അഥവാ ഔപചാരിക ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്? കുറച്ചും കൂടെ ഫോർമൽ ആൻഡ് സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ആയിരിക്കും ഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. അവിടെ നമ്മുടെ വളരെ ഡീസൻ്റ് ആയിട്ട് രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിട്ട് അവിടെ നടക്കുന്ന ഒരു ഓർഗനൈസേഷൻ എന്താണ്? ഫോർമൽ ഓർഗനൈസേഷനാണ്. ഫോർമൽ ഓർഗനൈസേഷൻ റെഫേഴ്സ് ടു ദ ഒഫീഷ്യലി എസ്റ്റാബ്ലിഷ്ഡ് പാറ്റേൺ ഓഫ് റിലേഷൻഷിപ്പ് എമംഗ് ഡിപ്പാർട്ട്മെൻറ്റ്സ്. ഒരു ഡിപ്പാർട്ട്മെൻറ്റുകൾ തമ്മിലുള്ള ഒരു എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള പാറ്റേണിൽ പോകുന്ന ഒരു റിലേഷൻഷിപ്പാണ് ഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. അവിടെ എന്തൊക്കെയാണ് ഡിപ്പാർട്ട്മെൻറ്റ്സ്, ഡിവിഷൻസ് ആൻഡ് ഇൻഡിവിജ്വൽ ടു അച്ചീവ് വെൽ ഡിഫൈൻഡ് ഗോൾസ് ആൻഡ് കോൺഷ്യസ്ലി ഡിസൈൻഡ് സ്ട്രക്ചർ. ഒരു ഡിസൈൻഡ് സ്ട്രക്ചർ ഒരു ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു സ്ട്രക്ചർ രൂപാന്തരപ്പെടുത്തിയിട്ടാണ് നമ്മൾ ഈ ഒരു ഫോർമൽ ഓർഗനൈസേഷൻ സൃഷ്ടിക്കുന്നത്. അപ്പോൾ അതിനൊരു പ്രത്യേക ഒരു യൂണിഫോമിറ്റി ഉണ്ടാവും. ഓക്കെ, നമ്മളതൊരു പെർഫെക്റ്റ് ആയിരിക്കും ആ ഒരു ഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. അവിടെ നമുക്ക് അതിൻ്റേതായ എല്ലാ ഡിവിഷൻസും എല്ലാവരും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു ഓർഗനൈസേഷൻ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ആ ഒരു അത്തരത്തിലുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കും ഫോർമൽ ഓർഗനൈസേഷനിൽ ഉണ്ടാവുക. അപ്പം അവിടെ എന്താണെന്ന് വെച്ചാൽ ഡിപ്പാർട്ട്മെൻറ്റുകൾ, ഡിവിഷനുകൾ, വ്യക്തികൾ എന്നിവയ്ക്കിടയിലുള്ള ഔദ്യോഗികമായിട്ട്, ആ ഒരു വേർഡ് സ്ട്രെസ് ചെയ്യുക, ഔദ്യോഗികമായിട്ട് സ്ഥാപിതമായ ഒരു ബന്ധത്തെയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇത് നന്നായി നിർവചിക്കപ്പെട്ട ലക്ഷ്യങ്ങളും കൈവരിക്കുന്നതിന് ബോധപൂർവ്വം രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഒരു റോളുകളുടെ ഘടനയാണ് ഫോർമൽ ഓർഗനൈസേഷൻ അഥവാ ഔപചാരിക സംഘടന എന്ന് പറയുന്നത്. അപ്പോൾ മറ്റു വിധത്തിൽ പറഞ്ഞാൽ ഔപചാരിക ഓർഗനൈസേഷൻ ഒരു വ്യക്തി എന്താണ് എന്ന് നന്നായി നിർവചിക്കപ്പെട്ട ജോലികളുടെ ഒരു സംവിധാനമാണ്. ഓരോന്നും അധികാരത്തിൻ്റെയും ഉത്തരവാദിത്തത്തിൻ്റെയും കൃത്യമായ അളവുകോൽ വഹിക്കുന്നു. അപ്പോൾ ആ ഒരു ഫോർമൽ ഓർഗനൈസേഷനിൽ ഓരോരുത്തരുടെ റോൾസ് എന്താണ്, അവരെന്തൊക്കെ വർക്ക് ചെയ്യണം, എങ്ങനത്തെയൊക്കെ രീതിയിൽ അവർ പെരുമാറണം എന്ന് വെച്ചാൽ ഒരു അച്ചടക്കപരമായിട്ടുള്ളൊരു ഓർഗനൈസേഷനാണ് ഫോർമൽ ഓർഗനൈസേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ,
നെക്സ്റ്റ് നമുക്ക് ഇൻഫോർമൽ ഓർഗനൈസേഷൻ എന്താണെന്ന് നോക്കാം. ഇൻഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് അനൗപചാരിക ഓർഗനൈസേഷനുകൾ വ്യക്തിപരമായ മനോഭാവങ്ങൾ, ഇഷ്ടങ്ങൾ, അനിഷ്ടങ്ങൾ എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ള സ്ഥാപനത്തിലെ വ്യക്തികൾ തമ്മിലുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്നു. അവരുടെ സാമൂഹികവും വൈകാരികവുമായ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി ഉത്ഭവിക്കുകയും സ്വയമേവ വികസിപ്പിക്കുകയും ചെയ്യുന്നു. ഇത് തൊഴിൽ സാഹചര്യത്തിൽ ആളുകളുടെ സ്വാഭാവിക ഗ്രൂപ്പിങ്ങിനെ പ്രതിനിധീകരിക്കുന്നു. കൂടാതെ ഔപചാരിക ഓർഗനൈസേഷൻ്റെ തൃപ്തിപ്പെടുത്താത്ത ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനാൽ ഔപചാരിക ഓർഗനൈസേഷൻ അനുബന്ധവുമാണ്. ഔപചാരിക സംഘടന അംഗങ്ങൾക്ക് വ്യക്തിപരമായ കാഴ്ചപ്പാടുകളും അനുഭവങ്ങളും കൈമാറാൻ അവസരം നൽകുന്നില്ല. അതിനാൽ അത്തരം താൽപ്പര്യങ്ങളും ആവശ്യങ്ങളും നിറവേറ്റുന്നതിനായി അവർ അനൗപചാരികമായി ഇടപഴകുന്നു. വാസ്തവത്തിൽ ഔപചാരിക ഘടനയുടെ പരിമിതികൾ കൊണ്ടാണ് അനൗപചാരിക സംഘടന നിലവിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളൊരു ഇൻഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് അനൗപചാരിക ഓർഗനൈസേഷനാണ്. അതൊരു ഫോർമൽ വേയിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളതൊന്നുമല്ല. അതൊരു ഇൻഡിവിജ്വൽസ് അവരുടെ ഇഷ്ടപ്രകാരം ഫോം ചെയ്യുന്ന ഒരു ഓർഗനൈസേഷനാണ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ. അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു, ഏതൊരു ഓർഗനൈസേഷൻ എടുക്കുകയാണെങ്കിൽ, ഏതൊരു ബിസിനസ്, ഏതൊരു എൻ്റർപ്രൈസ് എടുക്കുകയാണെങ്കിൽ അവിടെ ഒരു ഫോർമലായിട്ടും ഇൻഫോർമലായിട്ടുള്ള ഓർഗനൈസേഷൻസ് ഉണ്ടാവും. ഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ അവിടെ സുപ്പീരിയേഴ്സും മാനേജേഴ്സും സബോർഡിനേറ്റ്സും എല്ലാവരും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു വലിയൊരു സർക്കിൾ ഓഫ് പീപ്പിൾ ആയിരിക്കും അവിടെ ഉണ്ടാവുക. പക്ഷേ ഇൻഫോർമൽ ഓർഗനൈസേഷനിൽ അപ്പോൾ ആ ഒരു ഫോർമൽ ഓർഗനൈസേഷനിൽ അവർക്ക് പ്രത്യേകിച്ചൊരു റോൾസ് ഇല്ല, അവർക്ക് പ്രത്യേകിച്ചൊരു വോയിസ് ഒന്നും ഇല്ല. പക്ഷേ അവരെന്താണെന്ന് വെച്ചാൽ അവർ പറയുന്ന, അവരുടെ ഹെഡ്സ് പറയുന്ന, അവരുടെ മാനേജേഴ്സ് പറയുന്നത് കേട്ട് നിൽക്കുക. അതുപോലെ അവരുടെ ഒരു ഫീലിങ്സിനോ അവരുടെ ഒരു ലൈക്സിനോ ഡിസ്ലൈക്സിനോ ഒന്നും പ്രാധാന്യമില്ല. അപ്പോൾ അവരവിടെ ജസ്റ്റ് അവിടെ പ്രസൻറ്റ് ആവുന്നതേ ഉള്ളൂ. പക്ഷെ അവർക്ക് അവരുടെ ഒരു ഒപ്പീനിയൻ പറയാനൊന്നും അവിടെ ഒരു അവകാശമില്ല. അപ്പോൾ അങ്ങനെ അത്തരത്തിലുള്ളൊരു ഫോർമൽ ഓർഗനൈസേഷൻ ഇതൊന്നും നടത്തുന്നില്ല. അതുകൊണ്ടാണ് അവർ ഇൻഫോർമൽ ഓർഗനൈസേഷൻ ഇവരുടെ സ്വയം ഇഷ്ടത്തിന്, ഇവരുടെ ഫീലിങ്സ് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു ഓർഗനൈസേഷനിൽ ഒരു ഇൻഫോർമൽ ഓർഗനൈസേഷൻ രൂപപ്പെടുന്നത്. ഓക്കെ, അതൊരു അനൗപചാരികമാണ്. അപ്പോൾ ഇവിടെ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ, നമ്മുടെ ഫീലിങ്സ്, നമ്മുടെ സ്ട്രെസ്സ്, നമ്മുടെ എല്ലാ കാര്യങ്ങളും നമുക്ക് തീർക്കാനും നമുക്ക് എല്ലാ കാര്യങ്ങളും പങ്കുവെക്കാനും ഒക്കെ നമ്മുടെ ഇൻഡിവിജ്വൽസിനിടയിൽ നമ്മുടെ ആ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ രൂപീകരിക്കുന്ന ഒരു ഓർഗനൈസേഷനാണ് അനൗപചാരികമായ ഓർഗനൈസേഷൻ. അതൊരു വെൽ സ്ട്രക്ചേർഡ് ആൻഡ് വലിയൊരു സെറ്റപ്പിൽ അവർ തുടങ്ങുന്നതല്ല. അവരുടെ ഒരു പേഴ്സണൽ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ തുടങ്ങുന്ന ഒരു ഓർഗനൈസേഷനാണ്. അവരുടെ ഒരു റിലേഷൻഷിപ്പ്, അവരുടെ ഇൻഡിവിജ്വൽ റിലേഷൻഷിപ്പൊക്കെ ഒന്ന് പുതുക്കാനും അവരുടെ പേഴ്സണൽ ആറ്റിറ്റ്യൂഡ്സ്, ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ് ഒക്കെ ഒന്ന് ഒറിജിനേറ്റ് ചെയ്യുന്നത് ഇൻഫോർമൽ ഓർഗനൈസേഷനിലൂടെയാണ്. ഓക്കെ, നമുക്ക് നോക്കാം ഡിഫറൻസ് ബിറ്റ്വീൻ ഫോർമൽ ആൻഡ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ. ഔപചാരിക സംഘടനയുടെ അനൗപചാരിക സംഘടനയുടെ ഡിഫറൻസ് നോക്കാം. ആദ്യം നമുക്ക് ഔപചാരിക സംഘടനയുടേത് നോക്കാം, ഫോർമൽ ഓർഗനൈസേഷൻ്റെത്. ഇത് ഉയർന്ന മാനേജ്മെൻറ്റ് ആണ് സൃഷ്ടിച്ചത്. സെക്കൻഡ് വൺ, ഓർഗനൈസേഷൻ ജോലികൾ ആസൂത്രിതവും വ്യവസ്ഥാപിതവുമായ രീതിയിൽ നിർവഹിക്കുന്നതിനാണ് ഇത് സൃഷ്ടിച്ചിരിക്കുന്നത്. തേർഡ് പോയിൻറ്റ്, ഇത് നിയന്ത്രിക്കുന്നത് ഔദ്യോഗികമായി നിയമിച്ച മാനേജർമാരാണ്. ഫോർത്ത് പോയിൻറ്റ്, ഔപചാരിക ഓർഗനൈസേഷൻ്റെ മാനേജർ വർക്ക് ഔപചാരിക അധികാരമുണ്ട്. ഔപചാരിക സംഘടന സ്ഥിരവും സുസ്ഥിരവുമാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഔപചാരിക സംഘടനയുടെ പ്രത്യേകതകൾ എന്ന് പറയുന്നത്. അതിൻ്റെ ആ ഒരു അനൗപചാരിക സംഘടന എന്താണെന്ന് നമുക്ക് നോക്കാം. എന്നിട്ട് നമുക്ക് ആ ഡിഫറൻസ് ഒന്ന് പറയാം. ഇത് ഉന്നത മാനേജ്മെൻറ്റ് സൃഷ്ടിച്ചതല്ല. സഹവസിക്കാനുള്ള ആളുകളുടെ സ്വാഭാവിക ആഗ്രഹത്തിൽ നിന്നാണ് ഇത് ഉടലെടുക്കുന്നത്. നെക്സ്റ്റ് പോയിന്റ്, ഔപചാരികമായ സംഘടനയിലൂടെ തൃപ്തിപ്പെടുത്താൻ കഴിയാത്ത അംഗങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനാണ് ഇത് രൂപീകരിച്ചത്. തേർഡ് പോയിന്റ്, അനൗപചാരിക ഗ്രൂപ്പിലെ അംഗങ്ങളുടെ താൽപ്പര്യങ്ങൾ നിറവേറ്റുന്നതിനായി ഒരാൾ അവരുടെ നേതാവായി തിരഞ്ഞെടുക്കുന്നു. ഫോർത്ത് പോയിന്റ്, അനൗപചാരിക ഗ്രൂപ്പിൻ്റെ നേതാവിന് അധികാരം ഗ്രൂപ്പ് അംഗങ്ങളുടെ സംയുക്ത പിന്തുണയും ആശ്രയിച്ചിരിക്കുന്നു. ലാസ്റ്റ് പോയിന്റ്, അനൗപചാരിക സംഘടന താൽക്കാലിക സ്വഭാവം ഉള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഫോർമൽ ഓർഗനൈസേഷൻ അതൊരു മാനേജ്മെൻറ്റ് സൃഷ്ടിച്ചതാണ്. പക്ഷേ ഇൻഫോർമൽ ഓർഗനൈസേഷൻ അത് ഒരു മാനേജ്മെൻ്റ് ഒന്നും സൃഷ്ടിച്ചതല്ല. അവിടുത്തെ ഇൻഡിവിജ്വൽസ് ആളുകളുടെ ഒരു സ്വാഭാവിക ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് ഉടലെടുത്തത് രൂപപ്പെട്ട ഒരു സംഘടനയാണ് അനൗപചാരിക സംഘടന. അതേപോലെ ഔപചാരിക സംഘടനയിൽ നടത്തുന്ന അവരെന്തിനു വേണ്ടിയിട്ടാണ് അത് ഫോം ചെയ്തു വെച്ചത്? ആസൂത്രിതവും വ്യവസ്ഥാപിതവുമായ രീതിയിൽ കാര്യങ്ങൾ നിർവഹിക്കാനാണ് ഇത് സൃഷ്ടിച്ചിരിക്കുന്നത്. നേരെ മറിച്ച് ഇൻഫോർമൽ ഓർഗനൈസേഷനോ അവിടെ ഔപചാരികമായ സംഘടനയുടെ തൃപ്തിപ്പെടുത്താൻ കഴിയാത്ത അംഗങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനാണ് ഇത് രൂപീകരിച്ചത്. അവിടെ അവർക്ക് അവരുടെ കാര്യങ്ങളൊന്നും കാര്യങ്ങളൊന്നും പറ്റില്ല ഫോർമൽ ഓർഗനൈസേഷനിൽ. അപ്പോൾ അവിടുത്തെ ആ ഒരു കുറവ് നികത്താൻ വേണ്ടിയിട്ടാണ് അവർ ഈ ഇൻഫോർമലായിട്ട് അവർ ഓർഗനൈസേഷൻ രൂപീകരിക്കുന്നത്. അവിടെ നമുക്ക് ഒരു കാര്യങ്ങൾ നമ്മുടെ പേഴ്സണൽ ആറ്റിറ്റ്യൂഡ്സ് കാര്യങ്ങളൊന്നും അവിടെ കാണിക്കാൻ പറ്റില്ല. അതിന് പകരമായിട്ടാണ്
ആ ഒരു കാര്യം അവിടെ നിർവഹിക്കാൻ പറ്റാത്ത കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ അനൗപചാരിക സംഘടന രൂപീകരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? ഫോർമൽ ഓർഗനൈസേഷനിൽ ഇത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ ഒരു മാനേജറിനെ അവർ അപ്പോയിൻറ്റ് ചെയ്യും. പക്ഷേ ഇൻഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് അവരുടെ ആ ഇൻഡിവിജ്വൽസിൻ്റെ കൂട്ടത്തിലുള്ള ഒരാളായിരിക്കും അവിടുത്തെ ഒരു നേതാവായിട്ട്, ഒരു ലീഡറായിട്ട് അവർ കൺസിഡർ ചെയ്യുക. അപ്പോൾ അവരുടെ ആ ഒരു റോൾ അതാണ്. അപ്പോൾ അവരുടെ ആ ഒരു കൺട്രോളൊക്കെ ചെയ്യുന്നത് എങ്ങനെയാണ്? ഇതിനാണെങ്കിൽ ഔപചാരിക സംഘടനയ്ക്കാണെങ്കിൽ എന്താണ്, ഒരു പ്രത്യേക അധികാരമൊക്കെ ഉണ്ട് ആ മാനേജറിന്. പക്ഷേ ഇവിടുത്തെ അധികാരം എന്ന് പറയുന്നത്, ഇവിടുത്തെ ഈ ഒരു ഇൻഫോർമൽ ഓർഗനൈസേഷൻ്റെ ആ ഒരു ലീഡറിൻ്റെ പവർ എന്ന് പറയുന്നത് അംഗങ്ങളുടെ സപ്പോർട്ട്, അവരുടെ ആ ഒരു സപ്പോർട്ട്, ആ ഒരു പിന്തുണയാണ് ആ ഒരു നേതാവിൻ്റെ ആ ഒരു പവർ എന്ന് പറയുന്നത്. ഓക്കെ, ലാസ്റ്റ് പോയിന്റ്, ഔപചാരിക അധികാരമുണ്ട്. മാനേജറിന് ഒരു ഔപചാരികമായ അധികാരമുണ്ട്. നേരെ മറിച്ച് ഇവിടെ ഒരു പിന്തുണയെയാണ് ആശ്രയിച്ചിരിക്കുന്നത്. അതുപോലെ ഔപചാരിക സംഘടന സ്ഥിരവും സുസ്ഥിരവുമാണ്. അനൗപചാരിക സംഘടന എന്ന് പറയുന്നത് താൽക്കാലിക സ്വഭാവമുള്ളതാണ്. അപ്പോൾ ഈ ഒരു സ്റ്റാറ്റിക് ആയിട്ട് നിൽക്കുന്നത് ഫോർമൽ ഓർഗനൈസേഷൻ്റെതാണ്. അതാകുമ്പോൾ ആ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഏതൊരു ബിസിനസ്സിനെ സംബന്ധിച്ചിട്ടും ആ ഒരു ബിസിനസ് റൺ ചെയ്യുന്ന ഒരു കാലത്തോളം ആ ഒരു ഓർഗനൈസേഷനിൽ ഈ ഒരു ഫോർമൽ ഓർഗനൈസേഷൻ ആ ഒരു സെറ്റപ്പിൽ അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. അതെന്ന് വെച്ചാൽ ആ ഒരു ബോർഡ് ഓഫ് ഡയറക്ടേഴ്സും കാര്യങ്ങളും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു വലിയൊരു ഓർഗനൈസേഷനാണ് ഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. നേരെ മറിച്ച് ഇൻഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് അവിടെയുള്ളൊരു വർക്കേഴ്സ്, അവിടെയുള്ളൊരു എംപ്ലോയീസ്, ആ ഒരു ഇൻഡിവിജ്വൽസ് മാത്രം ഫോം ചെയ്യുന്നതാണ്. അപ്പോൾ അവർക്കിടയിൽ അവരുടെ എല്ലാ പേഴ്സണലായിട്ടുള്ള എല്ലാ ആറ്റിറ്റ്യൂഡ്സും അവരുടെ ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ് ഒക്കെ ഷെയർ ചെയ്ത് വരുന്ന സമയത്ത് ആ ഒരു ഇൻഡിവിജ്വൽസിൻ്റെ ഇടയിൽ തന്നെ ഒരു ഡിസ്പ്യൂട്ട് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് അങ്ങനെ നിലനിൽക്കാൻ ചാൻസ് ഇല്ല. അപ്പോൾ ആരെങ്കിലും ഒരു വഴക്കിട്ട് കഴിഞ്ഞാൽ ആ ഒരു ഇൻഫോർമൽ ഓർഗനൈസേഷൻ ഒരു പ്രോപ്പറായിട്ടൊരു വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ളൊരു ഓർഗനൈസേഷനൊന്നുമല്ല. അപ്പോൾ ആരെങ്കിലും വഴക്കിട്ട് കലഹിച്ചു പോയാൽ ആ ഒരു ഓർഗനൈസേഷൻ അനൗപചാരികമായ സംഘടന അവിടെ നിന്നു പോകും. അവിടെ എന്താണ് അതിന് ടെമ്പററി, ആ ഒരു താൽക്കാലിക സ്വഭാവം ഉള്ളതാണെന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഡെലിഗേഷൻ എന്താണെന്നാണ്. ഡെലിഗേഷൻ എന്ന് പറഞ്ഞാൽ ഓർഗനൈസേഷനുകളിൽ അവരെ ഏൽപ്പിച്ച എല്ലാ ജോലികളും പൂർത്തിയാക്കാൻ ഒരു മാനേജർക്ക് ബുദ്ധിമുട്ടാണ്. അതിനാൽ ചില ജോലികൾ ഔപചാരികമായി ചെയ്യാൻ ആവശ്യപ്പെട്ട മറ്റുള്ളവരിൽ നിന്ന് സഹായം സ്വീകരിക്കാൻ അദ്ദേഹത്തിന് കഴിയും. അതിനർത്ഥം അയാൾക്ക് ചില ജോലികൾ തൻ്റെ കീഴുദ്യോഗസ്ഥനെ ഏൽപ്പിക്കാനും അവർക്ക് ജോലി തുടരാനുള്ള അധികാരം നൽകാനും അതേസമയം അവരെ ഉത്തരവാദിത്തമുള്ളവരാക്കാനും കഴിയും. ഉദാഹരണത്തിന്, ഒരു പ്രൊഡക്ഷൻ മാനേജർക്ക് ഒരാഴ്ചയ്ക്കുള്ളിൽ 1000 യൂണിറ്റുകൾ ഉൽപ്പാദിപ്പിക്കാനുള്ള ലക്ഷ്യമുണ്ടായിരിക്കാം. 250 യൂണിറ്റുകൾ വീതം ഉൽപ്പാദിപ്പിക്കുന്നതിനും 250 യൂണിറ്റുകൾ സ്വയം ഉൽപ്പാദിപ്പിക്കുന്നതിനുമായി തൻ്റെ കീഴിലുള്ള 3 പേർക്ക് തൻ്റെ ജോലി വിതരണം ചെയ്യാനാകും. തുടർന്ന് ഉൽപ്പാദിപ്പിക്കുന്നതിന് സംഘടനാപരമായ വിഭവങ്ങൾ ഉപയോഗിക്കുന്നതിന് ആവശ്യമായ അധികാരവും അവർക്ക് നൽകണം. അങ്ങനെ ചെയ്യുന്നതിലൂടെ അദ്ദേഹം തൻ്റെ കീഴുദ്യോഗസ്ഥരെ പ്രവർത്തനരഹിതമായതിന് ഉത്തരവാദികളാക്കുന്നു. ഓക്കെ, അപ്പോൾ എന്താണ് ഡെലിഗേഷൻ എന്ന് പറഞ്ഞാൽ? ഒരു ഓർഗനൈസേഷനിൽ അവരെ ഏൽപ്പിച്ച എല്ലാ ജോലികളൊക്കെ പൂർത്തിയാക്കി ഒരു മാനേജേഴ്സിനെ സംബന്ധിച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അവരുടെ ഒരു സബോർഡിനേറ്റിലേക്ക് ആ ഒരു ജോലി ചെയ്യാൻ ഏൽപ്പിക്കുകയാണ്. അങ്ങനെ ഒരാളിലേക്ക് മാത്രം ഏൽപ്പിക്കുന്ന നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യം മറ്റൊരാളിലേക്ക് ഏൽപ്പിക്കുന്ന അത്തരത്തിലുള്ളൊരു വർക്ക് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ആ ഒരു പ്രവർത്തനമാണ് ഡെലിഗേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ബൈ വിച്ച് എ സുപ്പീരിയർ അസൈൻസ് എ പാർട്ട് ഓഫ് ഹിസ് വർക്ക് ടു സബോർഡിനേറ്റ് ടു പെർഫോം ദ വർക്ക് സോ അസൈൻഡ്. അപ്പോൾ എന്താണ്, ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാനിപ്പം ക്ലാസ് ടീച്ചറാണെന്ന് വിചാരിക്കുക. അപ്പോൾ എനിക്കിപ്പം ചെയ്ത് തീർക്കാനുള്ള വർക്ക് എനിക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അപ്പം ഞാൻ അതിനൊരു പകരമായിട്ട് എൻ്റെ ഒരു സബോർഡിനേറ്റ് ആയിട്ട് നമ്മൾ ക്ലാസ്സിനെ സംബന്ധിച്ചിട്ട് ലീഡറിനെ പറഞ്ഞിരുന്നു. അപ്പോൾ ഒരു ലീഡറായിരിക്കാം ഞാൻ ആ ഒരു വർക്ക് ഏൽപ്പിക്കുന്നത്, നോട്ട്സ് കൊടുക്കാൻ, അങ്ങനെ എന്തെങ്കിലും ഒരു ചെറിയ വർക്ക് ഞാൻ ഏൽപ്പിക്കുന്നത്. അപ്പോൾ ആ ലീഡറിനെ വിളിച്ചിട്ട് ലീഡർക്ക് അതിനുള്ള എല്ലാ പവറും എല്ലാം നൽകിക്കൊണ്ട് ആ വർക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ ഏൽപ്പിക്കുകയാണ്. അപ്പോൾ ഇത് നമ്മളൊരു ഓർഗനൈസേഷനെ പറ്റി ചിന്തിച്ചാൽ മതി. അപ്പോൾ ആ ഒരു മാനേജർ ഒരു എംപ്ലോയിനെ ഇപ്പം ടോപ്പ് ലെവൽ മാനേജർ ഒരു മിഡിൽ ലെവൽ മാനേജറിനെ വിളിച്ചിട്ട് അവർക്ക് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം ചെയ്യാൻ പറ്റാമെന്ന് വെച്ചാൽ അവരുടെ വർക്ക് ലോഡ് ആയതുകൊണ്ട് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം എന്നാണ്. ആ ഒരു കാര്യം മറ്റൊരു മാനേജറിനെ, ഒരു മിഡിൽ ലെവൽ എംപ്ലോയി ഒരു മാനേജറിനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ആ വർക്ക് അവരെടുത്ത് ചെയ്യാൻ ഏൽപ്പിച്ച് അവർക്ക് എല്ലാ പവറും കാര്യങ്ങളൊക്കെ കൊടുത്ത് അവരെ നമ്മൾ ആ ഒരു വർക്ക് ചെയ്യാൻ അവർ റെസ്പോൺസിബിൾ ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അതിലൂടെ അവരുടെ ഒരു ഗ്രോത്ത് ഉണ്ടാവും ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ. അതുപോലെ അവർക്കൊരു കമ്പനീനോട് ആ ഒരു ഫേമിനടുത്ത് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാകുന്ന വെച്ചാൽ അവർ ചെയ്യേണ്ട കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് ഏൽപ്പിക്കുന്നു എന്നൊക്കെ ഒരു തോന്നൽ അവർക്ക് ഒരു ഇൻഡിപെൻഡൻസ് തോന്നും. അങ്ങനെയുള്ളൊരു കാര്യത്തെയാണ് നമ്മൾ ഡെലിഗേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഒരു കാര്യം നമ്മുടെ ഒരു സബോർഡിനേറ്റിനെ വെച്ച് ചെയ്യിക്കുന്നൊരു കാര്യം. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാൻ അതിൻ്റെ എലമെൻറ്റ്സ് നോക്കാം. ഡെലിഗേഷൻ്റെ എലമെൻറ്റ്സ് ഓഫ് ഡെലിഗേഷൻ. അസൈൻമെൻറ്റ് ഓഫ്
റെസ്പോൺസിബിലിറ്റി. ഇത് ചുമതലകൾ ഏൽപ്പിക്കൽ എന്നും അറിയപ്പെടുന്നു. ചുമതലകളെ 2 ഭാഗങ്ങളായി തരംതിരിക്കാം. ഒരു ഭാഗം ഒരു വ്യക്തിക്ക് സ്വയം നിർവഹിക്കാൻ കഴിയും, മറ്റൊരു ഭാഗം അവൻ തൻ്റെ കീഴുദ്യോഗസ്ഥർക്ക് നിർവഹിക്കാൻ കഴിയും. സെക്കൻഡ് എലമെൻറ്റ് നോക്കാം, ഗ്രാൻറ്റിംഗ് അതോറിറ്റി. ഏതൊരു ജോലിയും നിർവഹിക്കുന്നതിന് ആവശ്യമായ ഔദ്യോഗിക അധികാരങ്ങളെയും സ്ഥാനത്തെയും അതോറിറ്റി എന്ന് സൂചിപ്പിക്കുന്നു. കീഴുദ്യോഗസ്ഥർക്ക് ചുമതലകൾ നൽകുമ്പോൾ ആവശ്യമായ അധികാരവും അവന് നൽകണം. ഉദാഹരണത്തിന്, ഒരു മാനേജർ തൻ്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥന് തൻ്റെ പേരിൽ കമ്പനിയുടെ അതിഥിയെ സ്വീകരിക്കാൻ ആവശ്യപ്പെടുമ്പോൾ കമ്പനി വാഹനം കൊണ്ടുപോകുക, താമസത്തിനായി കമ്പനി ഗസ്റ്റ് ഹൗസ് ബുക്ക് ചെയ്യുക തുടങ്ങിയ ചില അധികാരങ്ങളും അയാൾക്ക് നൽകണം. ആ ഒരു പവറും കൂടെ അവർക്ക് നമ്മൾ കൊടുക്കണം. അതാണ് ഗ്രാൻറ്റിംഗ് ഓഫ് അതോറിറ്റി എന്ന് പറയുന്നത്. നമ്മളൊരാളെ കൊണ്ടൊരു കാര്യം ചെയ്യിക്കുമ്പോൾ അതിനുള്ള എല്ലാ രീതിയിലുള്ള ആ ഒരു സോഴ്സ് നമ്മൾ അവർക്ക് കൊടുക്കുക, ആ ഒരു പവർ അവർക്ക് കൊടുക്കുക. ഓക്കെ, നെക്സ്റ്റ് എലമെൻ്റാണ് ഉത്തരവാദിത്തം സൃഷ്ടിക്കൽ. ഇതൊരു തരത്തിൽ ഉത്തരവാദിത്തം സൃഷ്ടിക്കലാണ്. ഇത് കീഴ് ജീവനക്കാരുടെ ഭാഗത്തെ ബാധ്യതയെ സൂചിപ്പിക്കുന്നു. ആ ജോലി ചെയ്തുവെന്ന് ഉറപ്പാക്കാൻ ഉത്തരവാദിത്തവും അധികാരവും നൽകപ്പെടുന്നു. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, നിയുക്ത ചുമതലയുടെ പ്രകടനത്തിന് പ്രതിനിധി തൻ്റെ മേലുദ്യോഗസ്ഥനോട് പൂർണ്ണമായും ഉത്തരവാദിയാണ്. അങ്ങനെ മേലുദ്യോഗസ്ഥൻ തൻ്റെ കീഴുദ്യോഗസ്ഥൻ്റെ ഉത്തരവാദിത്തത്തിലൂടെ പ്രകടനം ഉറപ്പാക്കുന്നു. ആ ഒരു റെസ്പോൺസിബിളായിട്ട് നമ്മളൊരു കാര്യം ചെയ്ത് അത് ഏറ്റെടുത്ത് ചെയ്യാനുള്ള ആ ഒരു ഇത് കാണിക്കുകയും അത് അവർ നേരെ ആ ഒരു മാനേജറിൻ്റെ അവർ റെസ്പോൺസിബിളാണ് ആ ഒരു വർക്ക്, ആ ഒരു ദൗത്യം ഏറ്റെടുക്കാനൊക്കെ. അപ്പം അങ്ങനെ നമ്മൾ ഉത്തരവാദിത്തം സൃഷ്ടിക്കലാണ് ഈ ഒരു ഡെലിഗേഷൻ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഡീസെൻട്രലൈസേഷൻ എന്താണെന്ന് നോക്കാം. വികേന്ദ്രീകരണം. എന്താണ് വികേന്ദ്രീകരണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? വികേന്ദ്രീകരണം എന്നത് മാനേജ്മെൻറ്റിൻ്റെ എല്ലാ തലങ്ങളിലും എല്ലാ വകുപ്പുകളിലും അധികാരം ഏൽപ്പിക്കാനുള്ള വ്യവസ്ഥാപിത ശ്രമത്തെ സൂചിപ്പിക്കുന്നു. ഇത് നന്നായി പരിഗണിക്കുന്ന പ്ലാനിങ്ങിൻ്റെ കീഴിൽ തീരുമാനമെടുക്കാനുള്ള അധികാരത്തെ താഴ്ന്ന നിലയ്ക്ക് മാറ്റുന്നു. റോഡിലൂടെയുള്ള വാഹനങ്ങളുടെ ഗതാഗതം നിയന്ത്രിക്കുന്ന ട്രാഫിക് പോലീസിൻ്റെ കാര്യമെടുക്കാം. അദ്ദേഹം സംഘടനയിൽ താഴ്ന്ന നിലയ്ക്കുള്ള ഒരു സ്ഥാനം വഹിക്കുന്നു. എന്നിട്ടും അദ്ദേഹത്തിന് ധാരാളം അധികാരങ്ങൾ നൽകിയിട്ടുണ്ട്. ട്രാഫിക് നിയന്ത്രണം മെച്ചപ്പെടുത്തുന്നതിനുള്ള വഴികളിലും മാർഗങ്ങളിലും മുതിർന്നയാൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ബിസിനസ് യൂണിറ്റുകളുടെ കാര്യത്തിൽ അതുപോലെ എടുക്കുക. ഡിപ്പാർട്ട്മെൻറ്റ് മേധാവികൾക്ക് അവരുടെ വകുപ്പിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും തീരുമാനങ്ങളും എടുക്കാനൊക്കെ അധികാരമുണ്ട്. ചേർക്കേണ്ട ഉൽപ്പന്നങ്ങൾ, ലൈനുകൾ, കൂടുതൽ നിക്ഷേപം തുടങ്ങിയ നിയമപരമായ തീരുമാനങ്ങൾ മുൻനിര മാനേജർമാർ സ്വയം ഒതുങ്ങുന്നു. ഓക്കെ, അപ്പോൾ വികേന്ദ്രീകരണത്തിന് ഒരു നിരവധി നേട്ടങ്ങളുണ്ട്. അപ്പോൾ എന്താണ് ഈ വികേന്ദ്രീകരണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഡീസെൻട്രലൈസേഷൻ എന്നാൽ എന്താണ്? നമ്മുടെ ഈ ഒരു ഓർഗനൈസേഷൻ്റെ ഈ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സിലേക്കും എല്ലാ ലെവലിലേക്കും ഡെലിഗേറ്റ് ചെയ്യുകയാണ് എന്ത് ഡീസെൻട്രലൈസേഷൻ. എല്ലാ പവറും കാര്യങ്ങളും നമ്മൾ ഒരു ജോലി ചെയ്യുമ്പോൾ നമ്മളിൽ മാത്രം ഒതുങ്ങാതെ അത് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും. നമ്മൾ ഡെലിഗേഷൻ്റെ കാര്യത്തിൽ പറഞ്ഞിരുന്നു, അതൊരു സബോർഡിനേറ്റിലേക്കാണ് നമ്മളത് വർക്ക് കൊടുത്തത്. പക്ഷേ ഈ ഒരു ഡീസെൻട്രലൈസേഷൻ അധികാര വികേന്ദ്രീകരണം എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സും എല്ലാ ലെവലുകളിലേക്കും എല്ലാ മാനേജേഴ്സിലേക്കും എല്ലാ ഏരിയാസിലേക്കും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ്, ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനാണ് ഈ ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു നേട്ടം എന്താണ്? വികേന്ദ്രീകരണത്തിന് നിരവധി നേട്ടങ്ങളുണ്ട്. ഒന്നാമതായി ഇത് ഉയർന്ന തലത്തിലുള്ള മാനേജ്മെൻറ്റിൻ്റെ ജോലിഭാരം കുറയ്ക്കുന്നുണ്ട്. രണ്ടാമതായിട്ട് ഇത് ജീവനക്കാരെ പ്രചോദിപ്പിക്കാനും അവർക്ക് കൂടുതൽ സ്വയംഭരണം നൽകുകയും ചെയ്യുന്നു. ഇത് മുൻകൈയും സർഗാത്മകതയും പ്രോത്സാഹിപ്പിക്കുന്നു. വേഗത്തിലും ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാനും ഇത് ജീവനക്കാരെ സഹായിക്കുന്നു. ഈ പ്രക്രിയയിൽ ഉയർന്ന മാനേജ്മെൻറ്റിൻ്റെ പതിവ് ജോലികളിൽ നിന്ന് മോചിപ്പിക്കുകയും അത് നിർണായക മേഖലകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും വളർച്ചയ്ക്ക് ആസൂത്രണം ചെയ്യാനും അവരെ പ്രാപ്തരാക്കുന്നു. ഓക്കെ, അപ്പോൾ ഈ ഡീസെൻട്രലൈസേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ഓർഗനൈസേഷൻ്റെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും എല്ലാ ലെവലിലേക്കും ഡെലിഗേഷൻ ചെയ്യുന്നതാണ് ഈ ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് കുറേ നേട്ടങ്ങളുണ്ട്. തീരുമാനങ്ങളൊക്കെ എടുക്കാനും ഈ ടോപ്പ് ലെവൽ മാനേജേഴ്സ് മാത്രമല്ല അതിലുണ്ടാവും, അതിൽ മിഡിൽ ലെവൽ മാനേജേഴ്സും ലോവർ ലെവൽ മാനേജേഴ്സിനും ഒക്കെ പങ്കുണ്ടാവുന്നുണ്ട്. അതുപോലെ ഈ ടോപ്പ് മാനേജേഴ്സിനൊക്കെ സംബന്ധിച്ചിട്ട് ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുന്നത് ഒരു ആശ്വാസമാണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളും അവർ സ്വയം ചെയ്യേണ്ട കാര്യമില്ല, അത് എല്ലാവരിലേക്കും ഡിസ്ട്രിബ്യൂട്ട് ആയി പോകുന്നുണ്ട്, എല്ലാവരിലേക്കും അത് ഡെലിഗേറ്റ് ആവുന്നുണ്ട്. അപ്പം അവർക്കതൊരു റിലീഫ് തന്നെയാണ് ഈ ടോപ്പ് ലെവൽ മാനേജേഴ്സിനൊക്കെ പറയുന്നത്. അപ്പം ഡെലിഗേഷൻ എന്ന് പറയുന്നത് ഒരു സുപ്പീരിയർ by which a superior assign a part of his work to subordinate ആണ് to perform the work so assigned. ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുന്നത് അത് നേരെ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും ഡിവിഷനുകളിലേക്കും എല്ലാ തലങ്ങളിലേക്കും ഈ വകുപ്പുകളും അധികാരമൊക്കെ ഏൽപ്പിക്കുന്ന ഒരു വ്യവസ്ഥാപിതമായ ശ്രമമാണ് ഡീസെൻട്രലൈസേഷൻ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഡിഫറൻസ് ബിറ്റ്വീൻ ഡെലിഗേഷൻ ആൻഡ് ഡീസെൻട്രലൈസേഷൻ നോക്കാം. ഡെലിഗേഷൻ എന്നത് ഉത്തരവാദിത്തവും അധികാരവും നൽകുകയും അതുവഴി ഉത്തരവാദിത്തം സൃഷ്ടിക്കുകയും ചെയ്യുന്ന പ്രക്രിയയാണ്. ആസൂത്രിത പ്രതിനിധി സംഘത്തിൻ്റെ അന്തിമ ഫലമാണ് വികേന്ദ്രീകരണം. നെക്സ്റ്റ് പോയിന്റ്,
അധികാരത്തിൻ്റെ ഡെലിഗേഷൻ മാനേജർമാരും അവൻ്റെ കീഴുദ്യോഗസ്ഥരും തമ്മിൽ നടക്കുന്നു. അതേസമയം വികേന്ദ്രീകരണത്തിൽ മുഴുവൻ ഓർഗനൈസേഷനും ഉൾപ്പെടുന്നു. കൂടാതെ അത് ഉയർന്ന മാനേജറിനും ഡിപ്പാർട്ട്മെൻറ്റുകൾക്കും ഇടയിലാണ്. നെക്സ്റ്റ് പോയിന്റ്, ജോലി വേഗത്തിലാക്കാൻ ഡെലിഗേഷൻ നടത്തുന്നു. അത് അത്യന്താപേക്ഷിതമാണ്. വികേന്ദ്രീകരണം ഓപ്ഷണൽ ആണെങ്കിലും സാധാരണയായി വലിയ തോതിലുള്ള ഓർഗനൈസേഷനുകളിലാണ് ഡീസെൻട്രലൈസേഷൻ ചെയ്യപ്പെടുന്നത്. നെക്സ്റ്റ് പോയിന്റ്, ഡെലിഗേഷൻ്റെ കാര്യത്തിൽ ചുമതലയും അധികാരവും ഡെലിഗേറ്റർ പിൻവലിക്കാവുന്നതാണ്. അധികാര വികേന്ദ്രീകരണത്തിൻ്റെ കാര്യത്തിൽ അത്ര എളുപ്പമല്ല. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഈ ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഈസിയാണ്. അപ്പോൾ ഈ ഡെലിഗേഷൻ എന്ന് പറഞ്ഞാൽ ഈ ഉത്തരവാദിത്വവും അധികാരമൊക്കെ നൽകുകയും അതുവഴി ഉത്തരവാദിത്വം സൃഷ്ടിക്കുകയും ചെയ്യുന്നൊരു പ്രക്രിയയാണ് ഡെലിഗേഷൻ എന്ന് പറയുന്നത്. അതുപോലെ അധികാരത്തിൻ്റെ ഈ ഡെലിഗേഷൻ മാനേജർമാരും അവരുടെ കീഴുദ്യോഗസ്ഥരും തമ്മിലാണ് നടക്കുന്നത്. പക്ഷേ ഡീസെൻട്രലൈസേഷൻ്റെ കാര്യത്തിൽ അത് വലിയൊരു ആ ഒരു മൊത്തം ഡിപ്പാർട്ട്മെൻറ്റ്സ്, ആ ഒരു ബിസിനസ്സിൻ്റെ മൊത്തം ഡിപ്പാർട്ട്മെൻറ്റ്സും ഡിവിഷൻസും എല്ലാത്തിലും ഉൾപ്പെടുന്നൊരു കാര്യമാണ് ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുന്നത്. പിന്നെ ജോലിയൊക്കെ വേഗത്തിലാവാൻ ഈ ഡെലിഗേഷൻ നമ്മുടെ ജോലിയൊക്കെ വേഗത്തിലാക്കാൻ സഹായിക്കുന്നുണ്ട്. അത് അത്യന്താപേക്ഷിതമാണ്. പക്ഷേ ഈ ഡീസെൻട്രലൈസേഷൻ അതൊരു ഓപ്ഷണലാണ്. അത് നമുക്ക് ചെയ്യണമെന്നില്ല. പക്ഷേ അത് എല്ലാ ബിസിനസ്സിലും പോസിബിൾ അല്ല. അത് വലിയ ഓർഗനൈസേഷൻസിലൊക്കെ ഈ ഡീസെൻട്രലൈസേഷൻ അധികാര വികേന്ദ്രീകരണം നടക്കുകയുള്ളൂ. അവിടെയാണ് കുറേ ഡിപ്പാർട്ട്മെൻറ്റ്സും കാര്യങ്ങളുണ്ടാവും. അപ്പോൾ അവരിലേക്കൊക്കെ ജോലി കൊടുക്കാനും ഡെലിഗേറ്റ് ചെയ്യാൻ പറ്റുന്നത് വലിയ സ്ഥാപനങ്ങളിലാണ്. പിന്നെ ഡെലിഗേഷൻ്റെ കാര്യത്തിൽ ഈ ചുമതലയും അധികാരമൊക്കെ ഡെലിഗേറ്റർക്ക് പിൻവലിക്കാവുന്നതാണ്. ആ ഒരു സുപ്പീരിയർ ഇപ്പോൾ ഒരു സബോർഡിനേറ്റിന് ജോലി കൊടുക്കുകയാണെങ്കിൽ അത് വേണ്ടാന്ന് വെക്കാൻ അവർക്ക് പറ്റുന്നതാണ്. പെട്ടെന്ന് തന്നെ ഒരു നോ കൊടുക്കാൻ പറ്റും. പക്ഷേ ഈ ഡീസെൻട്രലൈസേഷൻ്റെ കാര്യത്തിൽ നമ്മളതൊരു വലിയൊരു ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്കും വലിയ ഒരു ഏരിയാസിലേക്ക് നമ്മൾ ആ ഒരു സംഭവം അധികാരം കൊടുത്തുകൊണ്ടിരുന്നാൽ അത് പെട്ടെന്ന് പിൻവലിക്കുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമില്ല. അത് കുറച്ച് ടാസ്ക്കാണ്. അത് പെട്ടെന്ന് പിൻവലിക്കാൻ പറ്റില്ല. അതാണ് ഇതിൻ്റെ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയായിരുന്നു നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായത്. ഓർഗനൈസിങ്ങിനെ പറ്റിയിട്ട് അതായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഓർഗനൈസിങ് എന്ന് പറയുന്നത് എന്താണ് ഉദ്ദേശിക്കുന്നത്, എന്തൊക്കെ ജോലികൾ ഒരാൾക്ക് ചെയ്യണം, ഒരു ഓർഗനൈസേഷനിൽ ഒരു സ്ഥാപനത്തിൽ എന്തൊക്കെ ജോലികൾ ചെയ്യാനുണ്ടെന്ന് കണ്ടുപിടിക്കലും, ഒരു സ്ഥാപനത്തിൽ അതുപോലെയുള്ള ഗ്രൂപ്പിംഗ് ചെയ്യലും, ദെൻ അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ അനുസരിച്ചിട്ട് റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്യും എല്ലാമാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ അക്കംപ്ലിഷിങ് ഒബ്ജക്റ്റീവ്സ്. ആ ഒരു ഒബ്ജക്റ്റീവ് ലക്ഷ്യം നേടാൻ വേണ്ടിയിട്ട് നമ്മളെ സജ്ജരാക്കുക. ആ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ജോലികൾ നിർവഹിക്കേണ്ട ജോലികൾ തിരിച്ചറിയുകയും ഗ്രൂപ്പിംഗ് ചെയ്യുകയും ഓരോ സ്ഥാനത്തിനും ഉത്തരവാദിത്വവും അധികാരവും നിർണ്ണയിക്കുകയും ചെയ്യുക. അതേപോലെ സ്ഥാപനത്തിലെ വ്യക്തികൾക്ക് ഗ്രൂപ്പുകളുമായി പ്രവർത്തിക്കാനുള്ള വിശദമായ നിയമങ്ങളും നിയന്ത്രണങ്ങളും ഒക്കെ കൊടുക്കുന്നത്. അതൊക്കെ ഈ ഓർഗനൈസിങ്ങിലൂടെ പോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ പ്രോസസ് ഓഫ് ഓർഗനൈസിങ് എന്തൊക്കെയായിരുന്നു? ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ആക്ടിവിറ്റീസ്, ഗ്രൂപ്പിംഗ് ആക്ടിവിറ്റീസ്, അസൈൻമെൻറ്റ് ഓഫ് റെസ്പോൺസിബിലിറ്റീസ്, ഗ്രാൻഡിങ് അതോറിറ്റി, അതുപോലെ എസ്റ്റാബ്ലിഷിംഗ് റിലേഷൻഷിപ്പ്, ഇതൊക്കെയായിരുന്നു അതിൻ്റെ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഫോർമൽ ആൻഡ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ എന്താണെന്ന് പറഞ്ഞു, അതിൻ്റെ ഡിഫറൻസ് നോക്കിയിരുന്നു. അതൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്റർ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായത്. അതേപോലെ ഇമ്പോർട്ടൻസ് ഓഫ് ഓർഗനൈസിങ് എന്തൊക്കെയായിരുന്നു, ക്ലാരിറ്റി ഇൻ വർക്കിംഗ് റിലേഷൻഷിപ്പ്, ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്, അഡാപ്റ്റേഷൻ ടു ചേഞ്ച്, അതുപോലെ ഡെവലപ്മെൻറ്റ് ഓഫ് പേഴ്സണൽ, എഫക്റ്റീവ് അഡ്മിനിസ്ട്രേഷൻ, ഇതൊക്കെ ആയിരുന്നു ഇതിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ നമ്മൾ ഡെലിഗേഷൻ എന്താണെന്നും ഡീസെൻട്രലൈസേഷൻ അതിൻ്റെ ഡിഫറൻസസ് ഒക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് പ്ലാനിങ്ങിൻ്റെയും ഓർഗനൈസിങ്ങിൻ്റെയും ആ ഒരു കമ്പൈൻ ചെയ്തിട്ട് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു കുറച്ച് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് MCQ നമുക്ക് ചെക്ക് ചെയ്യാം. വാട്ട് ഈസ് നോൺ ആസ് ദ പ്രൈമറി ഫങ്ഷൻ ഓഫ് മാനേജ്മെൻറ്റ്? എന്താണ്? പ്ലാനിങ് ആണ് ആൻസർ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ ബെനിഫിറ്റ് ഓഫ് പ്ലാനിങ്? ബി. പ്ലാനിങ് ആസ് എ മെൻ്റൽ എക്സസൈസ്. അതൊരു ബെനിഫിറ്റ് അല്ല. പ്ലാനിങ് മെൻ്റൽ എക്സസൈസ് ആണെന്ന് പറഞ്ഞാൽ അതൊരു ഫീച്ചറാണ് പ്ലാനിങ്ങിൻ്റെ, അതൊരു ബെനിഫിറ്റായിട്ട് കൺസിഡർ ചെയ്യില്ല. ഓക്കെ, നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആസ് എ ബെനിഫിറ്റ് ഓഫ് പ്ലാനിങ്? ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദി എബവ്. അപ്പോൾ എന്തൊക്കെയാണ് ബെനിഫിറ്റ് ഓഫ് പ്ലാനിങ്? ഹെൽപ്സ് ഇൻ അവോയ്ഡിങ് കൺഫ്യൂഷൻ ആൻഡ് മിസ്അണ്ടർസ്റ്റാൻഡിങ്, ensure clarity in thought and action, useless and redundant activities are minimized or eliminated. ഇതൊക്കെയാണ് ബെനിഫിറ്റ്സ് ഓഫ് പ്ലാനിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് cannot be delegated? ഓപ്ഷൻ എ, റെസ്പോൺസിബിലിറ്റി ആൻഡ് അക്കൗണ്ടബിലിറ്റി. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, അതോറിറ്റി ഗ്രാൻറ്റഡ് ടു ആൻ എംപ്ലോയി ഷുഡ് ബി? ഓപ്ഷൻ ബി, ഈക്വൽ ടു ദ റെസ്പോൺസിബിലിറ്റി ഇൻട്രസ്റ്റഡ് ടു ഹിം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് is not a demerits of the informal organization? ഓപ്ഷൻ ബി, ഇറ്റ് ഗീവ്സ് മോർ ഇമ്പോർട്ടൻറ്റ് സ്റ്റഡീസ് ആൻഡ് സ്ട്രക്ചർ ആൻഡ് വർക്ക്. ഓക്കെ, അപ്പോൾ ഇത്ര ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഓർഗനൈസിങ്, പ്ലാനിങ് ആൻഡ് ഓർഗനൈസിങ് എന്ന് പറഞ്ഞാൽ 11th ചാപ്റ്റർ ഇവിടെ
വൈൻഡപ്പ് ചെയ്യുകയാണ്. നമ്മളെല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസും കവർ ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോയുടെ സെക്കൻഡ് പാർട്ട് ആണിത്. ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് കാണണമെങ്കിൽ ഇതിൻ്റെ മുന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്ലാനിങ്ങിന് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു.